ഹലോ ഗായ്സ്, അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. നമ്മുടെ RX നമ്മൾ വയറിങ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വയറിങ് എടുക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ സൈലൻസർ, ടാങ്ക്, സൈഡ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ RC ബുക്കിൽ വരുന്ന കളറായിരുന്നു മെറൂണാണ്. അപ്പോൾ അത് ഏകദേശം അതിനോട് സാമ്യമായിട്ടുള്ളൊരു കളർ നമുക്ക് കിട്ടി. നമ്മളത് ചേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വയറിങ് കടയിലേക്ക്. അപ്പോൾ നമ്മൾ വയറിങ് കടയിൽ നമ്മളെത്തി. ചെറിയ തിരക്കുണ്ട് കേട്ടോ. മൂപ്പര് ഒന്ന് വെയിറ്റ് ചെയ്യാൻ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കിനി മുന്നിലോട്ട് ഡേ ഇല്ല. നമ്മളെ റിന്യൂവൽ വരുന്നത് നാളെയാണ്. അപ്പോൾ ഇന്നത്തോടെ നമ്മളെല്ലാ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഇത്രയും പരക്കം പാച്ചിൽ നമ്മൾ പോയോണ്ടിരിക്കുന്നത്. രാവിലെ വയറിങ് എടുക്കാൻ വേണ്ടി വരാൻ നിന്നതാണ്. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്താ വെച്ചാൽ, രാവിലെ വരണ്ട, ഉച്ചയ്ക്ക് ശേഷം പോയി, രാവിലെ കുറച്ച് തിരക്കുണ്ട് എന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ടൈമിങ് ഏകദേശം കറക്റ്റാണ്. നമ്മൾ രാവിലെ നേരെ പോയിട്ട് നമ്മൾ ടാങ്ക്, സൈഡ് കവർ, സൈലൻസർ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ടൈം നമുക്ക് അതിൽ കിട്ടിയിട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഷോപ്പിലുള്ള തിരക്കൊക്കെ ഏകദേശം ഒന്ന് ഒഴിഞ്ഞു കേട്ടോ. ഒരു 3-4 വണ്ടി ഉണ്ടെന്നു. അതൊക്കെ ഒന്ന് റിലീസാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെ വണ്ടിയിലേക്ക് മുമ്പിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ വയറിങ്ങിന് എന്താ പ്രശ്നം വെച്ചാൽ ഫുള്ള് കണക്ടറാണ് വരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് കിട്ടുന്നതിന് മുന്നുള്ള ഓണർമാരൊക്കെ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഫുൾ കട്ട് ചെയ്ത് ഒറിജിനൽ വയറിങ് കണ്ടോ. അതാണ് ഞാൻ ഇത് മാറ്റാണ്ടിരിക്കുന്നത്. ഇല്ല, നമുക്ക് ഇവിടുന്ന് നമുക്ക് കിട്ടാവുന്നുള്ളൂ 600-700 രൂപയ്ക്ക് നമുക്ക് പുതിയ വയറിങ് കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കുഴപ്പമില്ല, വയറിങ് ഏകദേശം ഓക്കെയാണ്. ചെറിയ കട്ടിങ് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് നമ്മൾ വയറിങ് എടുപ്പിക്കൽ. അപ്പോൾ ഏകദേശം വയറിങ്ങൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഹോണും കൂടെ വെക്കാനുള്ളൂ. ബാറ്ററി കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പുതിയ ബാറ്ററി നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വയറിങ്ങിൻ്റെ ഭാഗം ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ വണ്ടി ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് വിടാം. അങ്ങനെ രാവിലെ നമ്മൾ നേരത്തെ നീറ്റ് വണ്ടി ഒന്ന് വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ മുന്നിൽ ടൈമില്ല. ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി RT ഓഫീസിലോട്ട് എത്തേണ്ടത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചും കൂടെ ഓടിച്ച് വന്നപ്പോൾ തന്നെ പിന്നെ മഴ കിട്ടിയിട്ടോ. മഴ എന്ന് പറഞ്ഞാൽ വലിയ മഴയൊന്നുമില്ല, എന്നാലും അത്യാവശ്യമുണ്ട്. കോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടി കഴുകിയതൊക്കെ വെറുതെ ആയോന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം റോഡിൽ ഫുള്ള് ചളി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഫുള്ള് തെറിച്ചിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ പോവാം, ടൈമില്ല നമ്മളെ മുന്നിൽ. ഫൈനലി നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ RT ഓഫീസിലെത്തിട്ടോ. പാക്ക് ചെയ്താണ് വണ്ടി ഉണ്ട്, സെറ്റാക്കിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ സാറ് എത്തിയിട്ടുണ്ട് കേട്ടോ. സാറ് അപ്പുറത്തെ വണ്ടിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. 3-4 വണ്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ വിളിക്കുക. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളെ റിന്യൂവൽ നമുക്ക് പാസ്സായി കിട്ടിയിരിക്കുകയാണ്. വണ്ടീനെ നീറ്റ് കൊണ്ടാവാം സാറ് വണ്ടി സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല. വണ്ടി എത്രത്തോളം നീറ്റാക്കാൻ കഴിയുമോ അത്രത്തോളം നീറ്റാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാം. അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. സാറ് വന്നിട്ട് നേരെ വണ്ടീൻ്റെ ചേസ് നമ്പർ നോക്കി, പിന്നെ നേരെ എൻജിൻ നമ്പറാണ് നോക്കിയത്. വണ്ടീനെ പറ്റി വേറെ ഒന്നും പറയാനില്ല. കാരണം കുറ്റങ്ങളോ കുറവുകളോ പറയാനില്ല. കാരണം അത്രയ്ക്ക് നീറ്റാക്കിയിട്ടുണ്ട് വണ്ടി നമ്മൾ. ഇനി പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായാലും ഇനി ഇലക്ട്രിക്കലിൻ്റെ ഭാഗമായാലും നമ്മൾ ഫുൾ ക്ലിയറാണ്. അതോ ഒരു പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നലെ വയറിങ് കാര്യങ്ങൾ, ഹോണ് കാര്യങ്ങൾ ഫുൾ സെറ്റാക്കിയത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ബൈ ചാൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അല്ലെങ്കിലും വേറെ എവിടെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും റിന്യൂവൽ എടുക്കാൻ പോകുമ്പോൾ ഫുൾ വയറിങ് കാര്യങ്ങൾ എന്തായാലും സെറ്റാക്കേണ്ടി വരും. എന്തായാലും ഒരു ചൊറയും കൂടാതെ നമ്മൾ റിന്യൂവൽ പാസ്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വണ്ടിയായിട്ട് നമുക്ക് നേരെ നാട്ടിലോട്ട് പോവാം. നമ്മുടെ ടാങ്ക്, സൈഡ് കവർ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അത് വീണ്ടും നമുക്ക് തിരിച്ചിടണം.
അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.